ഒരാളാണ്, കർഷകരാണ്, തമിഴ്നാട്ടിലാണ് താമസം, മലയാളിയാണെങ്കിലും മാത്രം താമസം. പക്ഷേ നമുക്കറിയാം തമിഴ്നാട്ടിൽ വ്യാപകമായിട്ട് എൻഡോസൾഫാൻ കൃഷി ചെയ്യുന്നുണ്ട്, എൻഡോസൾഫാൻ കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. പച്ചക്കറി കൃഷിക്കും മറ്റു കൃഷികൾക്കും ഒക്കെയും എൻഡോസൾഫാൻ നാട്ടിൽ ഉപയോഗിക്കുന്നു. സർവസംഹാരിയാണ് ആയിട്ടാണ് കർഷകർ ഇതിനെ കാണുന്നത്. ഐവദാസ്, താങ്കളുടെ ഒരു പരിചയം, ഈ കാര്യത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഈ കഴിഞ്ഞ മാസം ഇവിടെ നടത്തിയ ഈ ഹർത്താലോടനുബന്ധിച്ച് ഈ കേരളം ഒട്ടുക്കും ജനശ്രദ്ധ ആകർഷിച്ച ഒരു ഹർത്താലായിരുന്നു എൻഡോസൾഫാനെതിരായിട്ട്. പക്ഷെ ഇതിന്റെ ഒരു അലയൊലി പോലും ഈ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലോ ഉണ്ടായിട്ടില്ല. ഈ ബന്ദിനെ പറ്റിയുള്ള ഒരു റിപ്പോർട്ടല്ലാതെ മറ്റു ചാനലുകളോ പത്രങ്ങളോ, തമിഴ് പത്രങ്ങളോ, അല്ലെങ്കിൽ ഇപ്പൊ 3 പത്രങ്ങളുണ്ട്, ഇവരാരും ഈ ബന്ദിനെ കുറിച്ച് ചെയ്തതല്ല, ഈ ഹർത്താലിനെ കുറിച്ച് ചെയ്തതല്ല. എൻഡോസൾഫാൻ കേരളത്തിൽ നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹർത്താലാണെന്ന് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എൻഡോസൾഫാൻ അവിടെ വ്യാപകമായിട്ട് ആർക്കും അറിഞ്ഞുകൂടാ. ഈ എൻഡോസൾഫാൻ എന്ന് പറയുന്ന മരുന്ന് അവിടെ ഉപയോഗിക്കുന്നത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം കേരളത്തിൽ വരുന്ന പച്ചക്കറികളിൽ നമ്മൾ മലയാളം ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിലാണ്, അധികവും വരുന്നത് തമിഴ്നാട്ടിലാണ്. അവിടുത്തെ കൃഷിക്ക് എൻഡോസൾഫാൻ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന കർഷകർ ഉണ്ട്. ഇഷ്ടം പോലെ ഉപയോഗിക്കുന്നുണ്ട് എൻഡോസൾഫാൻ. ഒരു ഇംഗ്ലീഷ് മരുന്ന് കടയിൽ പോയി എന്തൊക്കെ മരുന്ന് നിരത്തി വെച്ചിരുന്നോ അതേപോലെ ഇടയ്ക്കിടുന്ന ആശുപത്രി കടകളിൽ മുഴുവൻ നിരത്തി വെച്ചിട്ടുണ്ട്. അവിടെ എൻഡോസൾഫാനാണോ പരാമറാണോ ഫോളിക്കാണോ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് കൃഷിക്കാരൻ അറിഞ്ഞൂടാ. ഞാനൊരു രോഗം പറഞ്ഞ് ഈ കടയിൽ പോയി കഴിഞ്ഞാൽ അവൻ നിർദ്ദേശിക്കുന്ന മരുന്നാണ് അവിടെ കൊടുക്കുന്നത്. ഇന്നും കർഷകർ ഇതിന് ബോധവാന്മാരല്ല. യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവം ഇതാണ്. ഇപ്പൊ ചീര തൊട്ട് എല്ലാ പരുത്തി വരെയുള്ള എല്ലാ വിളകൾക്കും ഇത് ഉപയോഗിക്കുന്നത്. തെങ്ങിന് മണ്ടരി വന്നപ്പോഴും ഇതുപോലെ മരുന്നുകൾ കുത്തിവെച്ചാണ് വേരിൽ കൂടെ കഴിച്ചാണ് അവിടെ ഇത് ചെയ്യുന്നത്. അത് ഇങ്ങനെ മോണോക്രോട്ടോസ് തുടങ്ങിയ മരുന്ന് ഈ വേരിൽ കൂടി കലർത്തിയാണ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇതും തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിലും അതിന്റെ സൂര്യൻ റൂട്ടിൽ ഈ മരുന്ന് കയറ്റി തെങ്ങ് വഴി കയറ്റി മുകളിൽ പോയിട്ട് മണ്ടരിക്കെതിരായിട്ട് ചെയ്യുന്നുണ്ട്. ഈ കരുക്കാണ് നമ്മൾ കേരളക്കാരും അവിടെയുള്ള ആൾക്കാരും കഴിക്കുന്നത്. അപ്പൊ പൊതുവെ പറഞ്ഞത് വിഷലിപ്തമായ സാധനമാണ് അവിടെ അയക്കുന്നത്. ഇത് മാനദണ്ഡമില്ലാതാണ് അവിടെ പോകുന്നത്. അതാണ് ഇപ്പൊ യഥാർത്ഥ സ്ഥിതി. സാജിൻ മാർദാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ബോട്ടണി അധ്യാപകരാണ്, പരിസ്ഥിതി പ്രവർത്തകരാണ്, സയൻസ് കോളമിസ്റ്റുമാണ്. സാജിൻ മാർദാണ് അതിൽ ശാസ്ത്രീയ വശം. എൻഡോസൾഫാന്റെ മോളിക്കുലർ ഫോർമുല ഞാൻ അവിടെ കാണിക്കുന്നത്. ഇത് C9H6Cl6O3F സൾഫർ അടങ്ങിയിട്ടുള്ള ഒരു ഓർഗാനോ ക്ലോറിൻ പെസ്റ്റിസൈഡാണ്. ശരിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹെക്സാക്ലോറോ സൈക്ലോ പെന്റഡിൻ ഡെറിവേറ്റീവ് എന്ന് പറയും. നമ്മുടെ DDTയുടെ കുലജാതനായിട്ടുള്ള ഇതാണ് ഈ എൻഡോസൾഫാൻ. ഇത് 1950 കണ്ടുപിടിക്കുകയും ലോകവ്യാപകമായിട്ട് ഉപയോഗിക്കുകയും ഇന്ത്യ അതിന്റെ ഒരു പ്രമുഖ നിർമ്മാതാവായിരിക്കുകയാണ്. ഇത് പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കുന്ന തേയിലക്കൊതുവിന്റെ ഫീമെയിൽ ഇൻസെക്ടിന്റെ ചിത്രമാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഒരു തേയിലക്കൊതുവെന്ന് കിട്ടാൻ കാരണം അത് പ്രധാനമായിട്ട് തേയില ആണ് ആക്രമിക്കുന്നത്. അപ്പൊ തേയിലച്ചെടിയിൽ നീരൂറ്റി കുടിച്ച് ആ ഇല കംപ്ലീറ്റ് നശിപ്പിച്ച് ചെടി ഉണക്കികളായി. അതുകൊണ്ടാണ് തേയിലക്കൊതുവെന്നുള്ള പേര് കിട്ടാൻ. മെയിൽ ഇൻസെക്ടിനാണ് 6.3 മില്ലിമീറ്റർ സൈസും ഫീമെയിൽ ഇൻസെക്ടിന് 7.5 മില്ലിമീറ്റർ സൈസുമാണുള്ളത്. ഇത് സാധാരണ ചെടിയുടെ ടെൻഡർ പോർഷനിൽ വളരെ മൂലങ്ങളിൽ അത് മുട്ടയിടുകയും ഏതാണ്ട് 50 പേരെ മുട്ട നിക്ഷേപിക്കുകയും ചെയ്യും. ആ മുട്ട വളരുന്നതോടൊപ്പം തന്നെ അത് ഇതിന്റെ നീരൂറ്റി വലിച്ചെടുത്ത് ആ ചെടി കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കും. കശുമാവ്, തേയില, അതുപോലെ കൊക്കോ അങ്ങനെയുള്ള കൃഷിയിടങ്ങളിലാണ് പ്രധാനമായിട്ട് ബാധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ആ ഒരു ചെടിയും അതുപോലെ തന്നെ ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ ആക്രമണം കൊണ്ട് ഇല്ലാതാവും. പക്ഷെ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എൻഡോസൾഫാൻ ആണ്. പക്ഷെ ഇന്ന് വളരെ ഇതിന്റെ വ്യാപകമായിട്ടുള്ള ദോഷഫലങ്ങൾ കണ്ടുപിടിച്ചതിനെ തുടർന്ന്
പലതരത്തിലുള്ള ജൈവ കീടനാശിനികൾ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബയോളജിക്കൽ കൺട്രോളായിട്ട് ഈ ചൊറിയെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാസർഗോഡ് ജില്ലയിൽ പുളിയുറുമ്പെന്ന് പറയുന്ന സാധനമാണ്. നമ്മുടെ ഇവിടെ പച്ചുറുമ്പെന്ന് പറയും നമ്മുടെ തെക്കൻ കേരളത്തിൽ. പുളിയുറുമ്പ് അല്ലെ പച്ചുറുമ്പുള്ള പ്രദേശങ്ങളിൽ ഈ തേയില കൊതുകിനെ കംപ്ലീറ്റ് ഇടനശിപ്പിക്കും. അതുപോലെ തന്നെ ഒരെണ്ണം ചിലന്തി ബയോളജിക്കൽ കൺട്രോളായിട്ട് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ വളരെ വ്യാപകമായിട്ട് ജൈവ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ കശുനാടൻ തോട്ടങ്ങളും വളർത്തുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഞാൻ നേരത്തെ കണ്ടില്ല, അദ്ദേഹത്തിന് വളരെ കൂടുതലായിട്ട് അറിയാമായിരിക്കും. അതാണ് ഈ എൻഡോസൾഫാൻ എന്ന് പറയുന്ന രാസപദാർത്ഥത്തെയും അതുപോലെ തന്നെ അതിനെ ആക്രമിക്കുന്ന ആ കീടത്തെ സംബന്ധിച്ചുള്ള ഒരു ഏകദേശ രൂപം. ഇതൊരു കേരളത്തിന്റെ ഒരു സാമൂഹ്യ ഭീഷണിയായിട്ട് മാറിയില്ലേ എൻഡോസൾഫാൻ? എൻഡോസൾഫാൻ മാത്രമല്ല, എല്ലാ കീടനാശിനികളും വിഷമാണ്. കീടങ്ങളെ കൊല്ലുന്ന ഈ വിഷം അടങ്ങിയ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അത് മനുഷ്യന്റെ ഒരുപക്ഷെ ഭക്ഷ്യോത്പാദനം വർദ്ധിപ്പിക്കാനും കൃഷി പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ആയിരിക്കാം ഗവൺമെന്റ് തലത്തിൽ ഇതിന് പ്രോത്സാഹനം കൊടുക്കുന്നത്. പക്ഷേ ആത്യന്തികമായിട്ട് മനുഷ്യൻ തന്നെ ഇതിനടിപ്പെട്ടു പോവുകയും ഇതിന്റെ ഇരയാവുകയും മനുഷ്യൻ ജീവിക്കാൻ വേണ്ടാവുകയും ചെയ്യുമ്പോൾ പിന്നെ ഇത്തരം മരുന്നുകളുടെ ഒരു സാമൂഹ്യ പ്രസക്തി എന്താണ്? അതിലേക്ക് വരുന്നതായിട്ട് തന്നെ ശ്രീ അയ്യപ്പദാസ് പറഞ്ഞ ഒരു കാര്യം ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നാണ്. അവിടെയുള്ള കർഷകർ ഇതെന്താണെന്ന് പോലും അറിയാതെ ഒരു കടയിൽ ചെന്നിട്ട് ഒരു ചെറുമ്പുകൾ സാധനം കാണുന്നത് മരുന്ന് തരും എന്ന് പറയുന്നത് എന്താണ്, പ്രധാനമാണോ എന്താണെന്ന് അറിയാതെ തന്നെ അത് ഉപയോഗിക്കുകയും അത് ഇതിന്റെ വേരുകളിലേക്ക് കുത്തിവെക്കുകയും ശേഷം ഉണ്ടാകുന്ന പ്രോഡക്ട്സ് യാതൊരു കൺട്രോളുമില്ലാതെ കൺസ്യൂമേഴ്സും നമ്മൾ കേരളത്തിൽ തന്നെയാണ് നമ്മൾ ഇതൊന്നും അറിയാതെ ഉപയോഗിക്കുന്നത്. അതായത് ചിലപ്പോൾ 1-2 വർഷങ്ങൾ കൊണ്ട് ഉണ്ടാകാതെ 10-20 വർഷങ്ങൾക്ക് ശേഷം വളരെ ദൂരവ്യാപകമായ പ്രത്യക്ഷണം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വിവരമാണ് ഇപ്പോൾ കേട്ടിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ ആവശ്യമാണ്. ഓർഗാനിക് കൃഷി പോലുള്ള രംഗത്തേക്ക് നമ്മൾ തിരിയുകയും അപ്പോൾ ഓർഗാനിക് കൃഷിയുടെ അതിന്റെ പ്രപ്പോസൽസ് എല്ലാം പറയുന്നത് ചിലപ്പോൾ ഒരു 1-2 ജനറേഷൻ കഴിയുമ്പോൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള വളരെ ശക്തമായ വിത്തുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുപയോഗിച്ച് പൂർണ്ണ ഓർഗാനിക് മേഖലയിലുള്ള കൃഷി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നെക്സ്റ്റ് ജനറേഷനോട് ചെയ്യുന്ന വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പം ഇത് കൂടുതൽ ആക്ട് ചെയ്യേണ്ടത് ഇവിടെയുള്ള കൃഷിശാസ്ത്രജ്ഞന്മാരും അതുപോലെ കൃഷിരംഗത്തുള്ള പ്രമുഖരുമാണ്. ഇതിനൊരു ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ കണ്ടെത്തി വെക്കുള്ളൂ. ഇതിനൊരു പ്രൂഫോ ഒന്നുമല്ല നമ്മളിപ്പം ചെയ്യേണ്ടത്. വ്യക്തമായ ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് ശുദ്ധമായ ഭക്ഷ്യധാന്യം ലഭിക്കാനുള്ള, ശുദ്ധമായ ജലം, ശുദ്ധമായ വായു, ശുദ്ധമായ ഭക്ഷ്യധാന്യം ലഭിക്കാനുള്ള ഒരു സെറ്റപ്പ്. കാരണം ഒരു ഡോക്ടർ എന്നത് നമ്മൾ പലപ്പോഴും കാണുന്നത് ഒരുപാട് പുതിയ രോഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉത്തരവ് ലഭിക്കാത്ത എന്നും ഉണ്ടാവുമെന്ന് പറയാൻ സാധിക്കാത്ത നമ്മളെ പലപ്പോഴും മ്യൂട്ടേഷനോ അല്ലെങ്കിൽ വേറെ മ്യൂട്ടേഷനോ ജനറ്റിക് ചേഞ്ചസ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ ഇതിന്റെ എല്ലാം പിറകിലുള്ള കാരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം സ്ലോ പോയിസൺസ് ആയിരിക്കാം. അതായത് വളരെ ശക്തമായ രീതിയിൽ പഠിക്കുകയും ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ, ക്യാൻസർ പ്രധാനം വളരെ കൂടി മുമ്പുണ്ടായിരുന്ന പോലെയല്ല. ഇപ്പോൾ കൂടുതൽ പേർക്ക് ക്യാൻസർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന് കാരണം ഇതൊക്കെ അർബുദത്തിന് കാരണമാക്കാവുന്ന മരുന്നുകളാണ്. ഇതിനൊന്നും ഇപ്പൊ ജില്ലതോറും നമ്മൾ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയാണ്. ശരിക്കും അതല്ല ശരിക്കും ആവശ്യം നമുക്ക്. ഈ ക്യാൻസർ തടയാനുള്ള ഭാഗം കണ്ടുപിടിക്കാനുള്ള ക്യാൻസർ ചികിത്സ വളരെ ചിലവേറിയതും പലപ്പോഴും വളരെ മോശമായ ഫലങ്ങൾ വരുന്നതുമാണ്. തീർച്ചയായിട്ടും. ഹരീഷ്, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞെടുത്ത് ആ പ്രദേശത്ത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഇപ്പോൾ ഈ കീടനാശിനി ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. ഏത് വർഷം നിർത്തി? പ്ലാന്റേഷൻ കോർപ്പറേഷനെ നിർത്തിയത് ആദ്യം 2001 ആന്റണി സർക്കാർ ഒരു താൽക്കാലികമായ ഒരു ഉത്തരവിലൂടെ നിർത്തുകയും ഹൈക്കോടതി 2002 ഒരു ഉത്തരവിലൂടെ തന്നെ കേരളത്തിൽ ഇനി എൻഡോസൾഫാൻ ഉപയോഗിക്കരുതെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ആ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ 2002 നിർത്തി. അങ്ങനെ ഒരു ഹൈക്കോടതി ഉണ്ടോ? തീർച്ചയായും. എന്തുകൊണ്ട് നമ്മുടെ കളയുള്ളത് അല്ല, ഉപയോഗം നിർത്താൻ മാത്രമാണ് ഹൈക്കോടതിക്ക് അധികാരം ഉണ്ടായിരുന്നത്. അത് ഇല്ല. കേരളത്തിൽ അതായത് ഹൈക്കോടതി ഉത്തരവിന് ശേഷം അത് താൽക്കാലികമായ ഒരു ഉത്തരവായിരുന്നു. കേന്ദ്ര സർക്കാർ ഇതിൽ ഉചിതമായ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു ആ ഉത്തരവ് 2002. 2006 കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ചൊരു പഠനം നടത്തുകയും കേരളത്തിലെ ആളുകളുടെ ഭയം മൂലം ഞങ്ങൾ ഇത് കേരളത്തിൽ ഇതിന്റെ ഉപയോഗം വിത്ത്ഹെൽഡ് ചെയ്യുമെന്ന് പറഞ്ഞൊരു ഉത്തരവിറക്കുകയാണ്. ഈ ഉത്തരവിനകത്ത് പറയുന്ന പ്രത്യേക ഒരു കാര്യം, ഇനി മുതൽ എൻഡോസൾഫാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നോട്ട് ഫോർ സെയിൽ ഇൻ കേരള എന്ന് ഇതിന്റെ ബോട്ടിലിൽ തന്നെ രേഖപ്പെടുത്തണമെന്നാണ്. അങ്ങനെ രേഖപ്പെടുത്തിയാണ് അതിനുശേഷം ഇത് വിൽക്കുന്നത്. പക്ഷെ കേരളത്തിൽ ഇത് എവിടെയെങ്കിലും വിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലീഗലായിട്ടാണ്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ സെൻട്രൽ ഇൻസെക്ടിസൈഡ് ആക്ട് ആണ് ഇത് സംബന്ധിച്ച് നമുക്കുള്ള ഏക നിയമം. അതായത് കേന്ദ്ര സർക്കാരിന്റെ അഗ്രികൾച്ചർ വിഭാഗത്തിന്റെ കീഴിലുള്ള കേന്ദ്ര കീടനാശിനി ബോർഡ്. കീടനാശിനി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ഒരു കീടനാശിനി മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് ഏത് വിളയ്ക്ക് ഏത് കീടത്തിനെതിരെ എന്ന് ഈ ആക്ട് രജിസ്ട്രേഷൻ സമയത്ത് തന്നെ പറയണം.
അത് കൺട്രോൾ ചെയ്യേണ്ട മെഷീനറി ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ദൗർഭാഗ്യവശാൽ നമ്മുടെ കേരള സർക്കാരിനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മറ്റ് ഏജൻസികൾക്കോ ഇത് കൺട്രോൾ ചെയ്യുന്നതിൽ യാതൊരുവിധ കൺട്രോളും ഇല്ല. അതായത് ഇതിന്റെ പുറത്ത് യാതൊരു കൺട്രോളും ഇല്ല. ആർക്കും നേരത്തെ ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ആർക്കും കീടനാശിനി ഈ കടയിൽ ചെന്ന് ഏതും വാങ്ങി അടിക്കാന്നുള്ള സ്ഥിതിയാണുള്ളത്. ഇതിന് ആരോഗ്യപരമായ തിരിച്ചടിയാണ് നമ്മുടെ പൊതുസമൂഹം നേരിട്ട ആദ്യത്തെ തിരിച്ചടിയാണ് എൻഡോസൾഫാൻ. ഇതിൽ നിന്ന് നമ്മൾ കീടനാശിനിയുടെ മൊത്തത്തിലുള്ള ഒരു റിവ്യൂയിലേക്ക് പോകേണ്ടതുണ്ട്.